നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുന്നുണ്ടോ? സോണിയാഗാന്ധിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഉപജാപക വൃന്ദങ്ങളിലേക്ക് ഈ SIT അന്വേഷണം ചെല്ലുകയാണോ? സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ഒരാളുടെ ആന്റിക് ബിസിനസ്സുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ഉയരുകയാണ്. അല്പസമയം മുമ്പാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് CPM നേതാക്കളാണ്. CPIMന്റെ സഹയാത്രികരായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു CPM സ്പോൺസേഡ് കൊള്ള എന്ന നിലയിലാണ് ഇതുവരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഇതോടുകൂടി SITയുടെ രാഷ്ട്രീയ സ്വഭാവം മാറുകയാണ്. അതായത് SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാവുകയാണ് എന്ന ഒരു സൂചന K. സുരേന്ദ്രൻ ആ പത്രസമ്മേളനത്തിൽ നൽകുന്നുണ്ട്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രമേശ് ചെന്നിത്തല തന്നോടൊരു വിദേശ വ്യവസായി വെളിപ്പെടുത്തി എന്ന് പറയുന്ന ചില കാര്യങ്ങൾ SITക്ക് മൊഴിയായി നൽകിയത്. ആ വ്യവസായി പറയുന്നതനുസരിച്ച് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ, പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കമുള്ള ആന്റിക് വസ്തുക്കൾ, പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ, ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ആ കള്ളക്കടത്ത് സംഘത്തിനെതിരെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. അതനുസരിച്ച് നടന്ന അന്വേഷണത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ചിത്രത്തെപ്പറ്റി പരാമർശനം നടത്തിയിരുന്നു. ഇത് എന്തുകൊണ്ടാണ്? അതായത് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസിന്റെ നേതാവ്, UDFന്റെ കൺവീനർ, ആന്റണി എന്ന് പറയുന്ന ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ MP, ഇവർ രണ്ടുപേരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്വർണം കട്ടു എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും കട്ട സ്വർണം വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധനോടുമൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയി? അതായത് തൻ്റെ രക്തബന്ധത്തിലുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ആന്റിക് വസ്തുക്കളുടെ വിൽപ്പനയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന സോണിയാഗാന്ധിയെ എന്തിന് ഈ പറയുന്ന കള്ളക്കടത്ത് സംഘം, കൊള്ളസംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കാണാൻ പോയി എന്ന ചോദ്യത്തിന് ഇതുവരെ അടൂർ പ്രകാശിനോ ആന്റണിക്കോ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്കും അന്വേഷണം നീളുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നാൽ LDFന് മാത്രമല്ല UDFനും പരിക്കേൽക്കുമെന്നാണ് K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, അന്വേഷണം ആ നിലയിലേക്കും പോകണം എന്ന് പറഞ്ഞാൽ അന്വേഷണം സോണിയാഗാന്ധിയിലേക്കും പോകണം. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്താവുന്ന. അതായത് ഇതിനു മുന്നേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പേ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടുള്ള ഒരു കേസിൽ സോണിയാഗാന്ധിയുടെ സഹോദരി, ആ സഹോദരിയുടെ സ്വർണ്ണ കള്ളക്കടത്ത് അല്ലെങ്കിൽ വിഗ്രഹക്കടത്ത്, ആ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും സഹോദരിക്കുമെതിരെ ചില കാര്യങ്ങൾ CBI ദില്ലി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ബോധിപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആ സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ കൂടി ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വായിക്കണം എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. അതിന് പിണറായിയുടെ പോലീസിനെ കൊണ്ട് നടക്കില്ല. CBI അന്വേഷണം തന്നെ വരണം. കേന്ദ്ര ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് K. സുരേന്ദ്രൻ. പ്രാഥമികമായ വിവരങ്ങളാണ് താൻ നൽകുന്നത്. ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പറയും. അതായത് രമേശ് ചെന്നിത്തല ഈ പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുടെ വിവരങ്ങൾ നൽകിയതോടുകൂടി സ്വന്തം പാർട്ടിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും ഊരാക്കുടുക്കിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിനു ശേഷം രമേശ് ചെന്നിത്തല തൻ്റെ പഴയ നിലപാട് ആവർത്തിക്കുന്നില്ല. തൻ്റെ പഴയ നിലപാടിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇത് കോൺഗ്രസിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ, ഇവർ രണ്ടുപേരും എന്തിന് എങ്ങനെ സോണിയാഗാന്ധിയുടെ മുന്നിലെത്തിയെന്ന് വിശദീകരിക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുകയാണ് എന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.